ബുദ്ധൻ പറഞ്ഞ പോലെ ദൈവമുണ്ടോ? ഇല്ല. പറയാൻ ശരിക്കും വാക്കുകളെ കൊണ്ട് പറ്റില്ല. ഇല്ല. ദൈവമുണ്ടോ? ബാബുവിനോട് ചോദിച്ചാൽ ഇല്ല. ദൈവമുണ്ടോ? ഉണ്ട്. രണ്ടും പറയേണ്ടി വരും. അവന്റെ ധാരണയും ഭാഷയും അവനക്ക് എന്ത് പറഞ്ഞാലാണ് അവനെ പിടിച്ചു നിർത്താൻ പറ്റുക? അത് പറയേണ്ടി വരും. ദൈവമുണ്ടോന്ന് വെച്ചാൽ ഇല്ല. ശരിക്കും ഒരു ഇങ്ങനെ വെച്ചാല് ഇങ്ങോട്ട് ഇല്ല എന്നും ഇങ്ങോട്ട് ഉണ്ട് എന്നും പറയാം. പക്ഷെ ഇത് തുടങ്ങണ ഈ സ്ഥലമാണ് ദൈവം. അവിടെയാണ്. പക്ഷെ അതിൽ പ്രസന്റ് എന്ന് പറയും. പ്രസന്റ് ഈ മൊമെന്റ്. ഈ മൂവ്മെന്റ് ആണ് എപ്പോഴും ഉള്ളത്. അതിന് ഭാവിയില്ല, ബോധവുമില്ല. വർത്തമാന കാലാണ് എപ്പോഴും. ആ സൂര്യനെ നോക്ക്, ഞാൻ സൂര്യനെ നോക്കുന്നു, അതെപ്പോഴും പ്രസരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഏതോ വാട്സപ്പിൽ എന്തോ എന്ന് പറഞ്ഞപ്പോ കുറെ മുമ്പ് ഏതോ കണ്ണൂരിലെ ഷാ പറഞ്ഞ ആൾ പറഞ്ഞു, സൂര്യനെ ഒന്നുമല്ല, വലിയ ഷേക്കാണ് പോലും. സൂര്യനെ ഒന്നുമല്ല, മേഘങ്ങൾ അതിനെ മറക്കാൻ പറ്റുമെന്ന്. നിസാരമായ മേഘത്തിന് പോലും ഞാനും അത് കട്ടാക്കി. പിന്നെ അങ്ങോട്ട് ഞാൻ കത്തരയായിരുന്നു. മേഘം മറക്കുന്നത് ഒരു ചെറിയ പ്രദേശത്തെയാണ് മറക്കാൻ കഴിയുള്ളൂ. സൂര്യൻ ഈ ഭൂഗോള പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റ് ഗോള അവയവങ്ങളും എല്ലാം ചേർന്ന പ്രപഞ്ചത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തിയെടുത്ത് പ്രസരിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് എല്ലാത്തിനും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഥാനത്തെ മേഘം മറച്ചു കളയുന്നു പറഞ്ഞ മേഘം ചെറിയ പ്രദേശത്തല്ലേ പോയിക്കൊണ്ടിരിക്കുന്ന ആ മരണത്തിലേക്ക് അത് അയാൾക്ക് അറിയില്ല. ഞാൻ അയാളോട് എന്ത് സംസാരിക്കണം? ആളെ മനസ്സിലായപ്പോ ഞാൻ അവിടെ ഇങ്ങോട്ട് പോകുന്നു. അവരോട് സംസാരിച്ചു. ആരോ പറഞ്ഞ പോലെ മറ്റു ചിലർ ചന്ദ്രനാണ്, മറ്റു ചിലർ ചന്ദ്രനാണ് പ്രകാശിക്കുന്നത് എന്നൊക്കെ പറയും. ചന്ദ്രന് പ്രകാശമില്ലല്ലോ. ചന്ദ്രൻ പ്രകാശിക്കില്ല. ഭൂമിയും പ്രകാശിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ള ഗോളത്തിൽ ചെന്ന് നോക്കിയാൽ ഭൂമി പ്രകാശിക്കുന്നത് കാണാം. എപ്പോ ആ സൂര്യപ്രകാശം മേറ്റ് ഇവിടെ പകലുണ്ടാവുന്നില്ലേ? അവിടെ നോക്കിയാൽ ഇവിടെ പ്രകാശം കാണാം. ചന്ദ്രനെ കാണും പോലെ. അത് സൂര്യന്റെ പ്രകാശമല്ലേ നിങ്ങൾ കാണുന്ന ഭൂമിയിലൂടെയും ചന്ദ്രനിലൂടെയും, അല്ലേ?